അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വെള്ളിയാഴ്ച ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങിപ്പോഴേ എണീറ്റ്. അപ്പോൾ എന്താ പറയാമെന്ന വിഷയം എന്ന് വെച്ചാൽ, ഇന്നലെ കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം സംഭവിച്ച് നിങ്ങൾ കാണുമല്ലോ. എന്തോ ചെരുപ്പ് മുകളിൽ വീണപ്പോൾ കുട്ടി അതിനെടുക്കാനും വേണ്ടിയിട്ട് ഒരു 13 വയസ്സായ കുട്ടി, മിഥുൻ എന്ന പേരുള്ള, അതിൻ്റെ മുകളിലോട്ട് കയറി പോയി. അവിടെ ലൈൻ കമ്പി പോയിരുന്നു, അതിൻ്റെ മുകളിൽ കൂടെ സർവീസ് ലൈൻ. അത് പിടിക്കെന്തോ ചെയ്താ. കുട്ടിയല്ലേ, അറിയില്ലല്ലേ, പൈത മക്കളല്ലേ, അതിനുള്ള വിവരം ഇതൊന്നും ഉണ്ടാവില്ല ഇക്കാരം അല്ലേ. അപ്പോൾ അതൊന്നല്ല വിഷയം. അത് ഏതായാലും അങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് ആ ജില്ലയിലെ ഒരു മന്ത്രി, ഒരു വനിതാ മന്ത്രി പറഞ്ഞത് കേട്ടിരുന്നു നിങ്ങൾ ആരെങ്കിലും? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലേ. എന്നാലും ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. കാണാത്ത ചിലരുണ്ടാവുമല്ലോ, എന്തായാലും അവർ പറയണത് കേട്ടോണ്ടി. ഓക്കെ, പറയണത് മാത്രമല്ല, ഈ സമയത്ത് മന്ത്രിക്ക് പണി ഡാൻസ് ചെയ്യലായിരുന്നു. എന്ത് ഡാൻസ്? അത് തന്നെ, ആ ഡാൻസ് തന്നെ. ഇത്രയും ഇൻസെൻസിറ്റീവ് ആണോ കേരളത്തിലെ മന്ത്രി? സ്വന്തം ജില്ലയിലെ അപകടം അറിഞ്ഞ മന്ത്രി ആ അപകടത്തെക്കുറിച്ച് പ്രസംഗവും നടത്തിയതിനു ശേഷമാണ് എറണാകുളത്ത് പാർട്ടിയുടെ വനിതാ സംഗമ വേദിയിൽ വക്കായ്ക്ക് ചുവട് വെക്കുന്നത്. റിയ ബേബി ഉണ്ട്. റിയ, നിലവിൽ തന്നെ മന്ത്രിയുടെ പ്രസംഗം വിവാദമായിട്ടുണ്ട്. ആ കുഞ്ഞെന്തോ കുറ്റം ചെയ്തു എന്ന മട്ടിലാണ് മന്ത്രി ഇക്കാര്യം അവതരിപ്പിച്ചത് തന്നെ. കുഞ്ഞുങ്ങൾ അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മന്ത്രി പരിതപിക്കുന്നത് കേട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നൃത്തമാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. കൊല്ലത്താണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. അപകടമൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണോ മന്ത്രിയുടെ ഒരു മനോഭാവം? കേട്ടില്ലേ? എന്താലേ അടിപൊളി മറുപടി. പറയാനുള്ളതൊക്കെ മന്ത്രി ഒരു വേദിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ വേദി തന്നെ നിന്ന് പറഞ്ഞു കഴിഞ്ഞ്, കുട്ടീനോട് ആരും പറഞ്ഞത് കേട്ട് സഹപാഠികൾ പറഞ്ഞിരുന്നു അങ്ങോട്ട് പോകരുത്, എന്നിട്ട് കുട്ടി പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താ പരിപാടി? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? ഇത്രക്ക് വിവരം വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരൊക്കെ പിടിച്ച് മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറമൊക്കെ നടക്കും. മനസ്സിലായ? ഒരു മന്ത്രി ആവാനുള്ള മാനദണ്ഡം എന്താണെന്ന് അറിയാം ഇപ്പോ? സത്യം പറഞ്ഞ കോമഡി ആയിട്ടുണ്ട്. നമ്മളെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് പക്ക കോമഡിയായി മാറിയിട്ടുണ്ട്. എന്താ ചെയ്യാ, ചിരിയും വരുന്നു, സങ്കടയും വരുന്നു. ആ കുട്ടീന്റെ കാര്യം ആലോചിക്കുമ്പോ, ആ വീട്ടുകാരെ കാര്യം ആലോചിക്കുമ്പോ, അവരെ കുടുംബത്തിലോ അവരെ മക്കൾക്കോ ആണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ മന്ത്രി ഇങ്ങനെ ചെയ്യോ? ഇങ്ങനെ പറഞ്ഞിട്ട് ആ വേദിയിൽ നിന്നിട്ട് സൂംബ ഒക്കെ ചൂട് വെക്കോ സൂംബ ഡാൻസിന്? ഇപ്പൊ സൂംബ ഡാൻസ് ആണല്ലോ പ്രശ്നം. മെയിന് സൂംബ ഡാൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു അല്ലേ? അതൊക്കെയാണല്ലോ ഇവിടെ ഇപ്പൊ മെയിനായിട്ട് ചർച്ച ചെയ്യണ്ടേ അല്ലേ? വല്ലാത്ത കഷ്ടം തന്നെ ഞങ്ങളത്. നമ്മള് ഏകദേശം ഒരു 5 കൊല്ലം മുമ്പ് വരെ ഉത്തരേന്ത്യയിലും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെയുള്ള BJPന്റെ മന്ത്രിമാരെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. പലരും ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോരോ വിഷയത്തിൽ, സാമൂഹികപരമായ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇടപെട്ടിട്ട് സംസാരിക്കുന്നത് എങ്ങനെ ഒരു വളരെ കോമഡി ആയിട്ടൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ സംസാരമൊക്കെ. അതിലും അതപ്പതിച്ച് കഴിഞ്ഞ് കേരളത്തിലെ അവസ്ഥ. ഇത് അജണ്ടയുടെ പുറത്ത് പോണതാണോ എന്താന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇത് അധികകാലം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അധികകാലം പോകൂല. മനസ്സിലായ? കേരളത്തിലെ ജനങ്ങൾ ഉത്ഭുതരാണ്. അവർ കാണേണ്ടത് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും ഒരു വഴി കാണും. എന്തായാലും പടച്ചോൻ വല്യവനല്ലേ,
ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയായ അബൂജാഹിലിനെ പഠിച്ചവൻ പണി കൊടുത്തിട്ടുണ്ട്. അതിലും വലുതൊന്നുമില്ലല്ലോ ഇതില്ലേ. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും സ്നേഹം മാത്രം. ഓക്കെ, നടക്കട്ടെ.